നമ്മുടെ ചുറ്റും കാണുന്ന പല വലിയ വൃക്ഷങ്ങളും കാറ്റിലും മഴയിലുമൊക്കെ നിലം പതിക്കാറുണ്ട്. പ്രത്യേകിച്ച് വൃക്ഷങ്ങളിൽ ഏറ്റവും ബലവത്തേറിയ അല്ലെങ്കിൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തടിയാണ് തേക്ക്. നല്ല ഒരു കാറ്റും മഴയും വന്നാൽ ഈ തേക്ക് താഴേക്ക് വീഴും. കാരണം ഇതിൻ്റെ വേര് ആഴത്തിൽ പോയിട്ടില്ല. അതേസമയം മറ്റ് പ്ലാവ് പോലെയുള്ള ആഞ്ഞിലി പോലുള്ള മരങ്ങളുടെ വേരുകൾ ചുറ്റുപാടും വ്യാപിക്കുന്നുണ്ട്. അതിന് വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ വലിയ ബലമുള്ള അല്ലെങ്കിൽ നല്ല ദൃഢതയുള്ള മരമാണെങ്കിലും കാറ്റും പ്രതിസന്ധിയും വരുമ്പോൾ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മറിഞ്ഞു വീഴുന്നത് കാണാറുണ്ട്. പല സമയത്തും നമ്മുടെ ചുറ്റും വിശ്വാസികളെ നോക്കുമ്പോൾ ഇതാ കാണുന്നത്. ആരാധനയിലും പ്രാർത്ഥനയിലുമൊക്കെ അവർ മുന്നിലുണ്ട്, കൈയടിക്കാനും പാടാനും അവർ മുൻപിലുണ്ട്. എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ അവരെ തളർത്തിക്കളയും. ചെറിയ കാറ്റും പ്രതികൂലവും കാണുമ്പോൾ അവർ ക്ഷീണിച്ചു പോകും. എന്തുകൊണ്ടാണത്? വചനത്തിൽ ആഴത്തിൽ ഇറങ്ങാത്തതുകൊണ്ട്. വിത്ത് വിതയ്ക്കാൻ പോയ മനുഷ്യൻ വിത്ത് വിതച്ചപ്പോൾ പല സ്ഥലങ്ങളിലാണ് വീണത്. പാറമേൽ വീണത് മണ്ണില്ലായക കൊണ്ട് വെയിലടിച്ചപ്പോൾ ഉണങ്ങിപ്പോയി. അതെ, യഥാർത്ഥത്തിൽ ആഴത്തിൽ വേരൂന്നാതെ, ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നാൻ കഴിയാത്തത് കൊണ്ട് ചെറിയ കാറ്റും ചെറിയ പ്രതിസന്ധിയും വെയിലുമൊക്കെ വരുമ്പോൾ ജീവിതം വാടിപ്പോകും, മുൻപോട്ട് പോകാൻ കഴിയാതെ വരും. പ്രഹസനങ്ങളല്ല നമുക്ക് വേണ്ടിയത്, മറിച്ച് ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നണം. വചനം നമ്മുടെ ഉള്ളിൽ ദൃഢതയിൽ ഇറങ്ങി വരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തിട്ട് നാം പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ വലിയ തേക്കിനെ പോലെ നമ്മൾ താഴേക്ക് വീണു പോകാറുണ്ട്. ബലമുണ്ട്, പണമുണ്ട്, അല്ലെങ്കിൽ ചർച്ചിൽ ഏറ്റവും യോഗ്യനാണ്, അഗ്രഗണ്യനാണെന്നൊക്കെ പറയുമ്പോഴും പല സമയങ്ങളിലും നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാറില്ലേ? വിശ്വാസത്തിൻ്റെ സൂചി സീറോയ്ക്ക് താഴേക്ക് വരാറില്ലേ? മൈനസിലേക്ക്. ആത്മീയ ജീവിതം താഴേക്ക് വരാറില്ലേ? എന്താ സീറോയിലേക്ക് വന്നാൽ സംഭവിക്കുന്നത്? ഒരു വാഹനത്തിൻ്റെ മീറ്റർ സീറോയിലേക്ക് വന്നാൽ തീർന്നു, വണ്ടി നിന്നു എന്ന് ചുരുക്കം. പല ആളുകളും അതാണ്. ഇന്ധനമില്ലാതെ നിൽക്കുന്ന വാഹനങ്ങളെപ്പോലെ അവരുടെ ആത്മീക ജീവിതം, വിശ്വാസ ജീവിതം എല്ലാം സീറോയിലേക്ക് എത്തും. ചിലരൊക്കെ പിന്മാറിപ്പോകും. സംഭവിക്കരുത്. കർത്താവിനെ അറിയുന്ന നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നുക, ക്രിസ്തുവിൽ വേരൂന്നുക എന്നാണ് പൗലോസ് പറയുന്നത്. വചനത്തിൽ വേരൂന്നുക എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വചനത്തിൽ വേരൂന്നാൻ, കർത്താവിൽ ആഴമായി വേരൂന്നാൻ കഴിയുമെങ്കിൽ ഒരു കാരണവശാലും പ്രതിസന്ധികൾക്ക് നമ്മെ തളർത്തിക്കളയാൻ കഴിയത്തില്ല. നമ്മുടെ തലമുറകൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ പ്രതികൂലം നിറഞ്ഞത്. അതുകൊണ്ട് തന്നെ വചനത്തിൽ വേരൂന്നാൻ അവരെ ഉത്സാഹിപ്പിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനമാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഒരുപക്ഷെ നമ്മൾ നേരിട്ട പ്രശ്നങ്ങളല്ല നമ്മുടെ തലമുറകൾ നേരിടുന്നത്. അവരുടെ പ്രലോഭനങ്ങളും വെല്ലുവിളികളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരും ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നാൻ, നമ്മുടെ വീടുകൾ ഒരു ദൈവവചന പഠനശാലയായി മാറാമെങ്കിൽ കുഞ്ഞുങ്ങൾ, തലമുറകൾ ദൈവവചനത്തിൽ കൂടുതൽ ആഴത്തിൽ വേരും, ക്രിസ്തുവിൽ വേരും. അവിടെയാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. തലമുറകൾ നഷ്ടപ്പെട്ടാൽ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകും. എത്രയോ തലമുറകളാണ് നഷ്ടപ്പെട്ട് മാതാപിതാക്കൾ കണ്ണുനീരിലും നിരാശയിലും ഇരിക്കുന്നത്. ചെല്ലുവയ്ക്കും എന്താ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. വചനം കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം അവരെ മടക്കിക്കൊണ്ടുവരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുത്. അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പണിയപ്പെടണം. പ്രശ്നങ്ങൾ വന്ന്, പ്രതിസന്ധി വന്ന് പ്രതീക്ഷിക്കാതെ രോഗിയായി പോയെങ്കിൽ ധൈര്യത്തോട് പറ, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. ഈ പ്രതിസന്ധിയിൽ കർത്താവിൻ്റെ കൂടെയുണ്ട്. എന്തിനാ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്? ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനോട് പറയുന്നത്, എന്തിനാ നിങ്ങളിങ്ങനെ ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? തള്ളിക്കളയത്തില്ലേ? അപ്പോൾ ഇയ്യോബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇയ്യോബ് പറയുന്നൊരു മറുപടി ഇതാണ്: ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. നമ്മൾ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തെ പിൻപറ്റേണ്ടത്, തിന്മയും ഇതേ ദൈവത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മഴയും സൂര്യപ്രകാശവും കർത്താവാണ് നമുക്ക് നൽകുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തിന്മകൾ വരുമ്പോൾ വിട്ടേച്ചു പോവുക, നന്മകൾ വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക അല്ല. തിന്മ വന്നാലും നന്മ വന്നാലും പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും കുലുങ്ങാതെ, ചലിക്കാതെ, അചഞ്ചലനായി, ദൃഢതയോടെ നമുക്ക് വളരാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അവിടെ നമ്മുടെ ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം കൂടുതൽ ദൃഢമാകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് വേണം ഞാൻ വിശ്വാസത്തിൽ കൂടുതൽ അടിയുറയ്ക്കാൻ പോകുക. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.